CUET UG വഴി അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. NIRF റാങ്കിൽ 6th റാങ്കുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് BHU എന്ന് പറയുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം 50ഓളം കോഴ്സുകൾക്കാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അണ്ടറിലായി ഏകദേശം 7ഓളം കോളേജുകളാണ് വരുന്നത്. അതിലേക്കും ഇതിന്റെ മെയിൻ ക്യാമ്പസിലേക്ക് ആയിട്ടുള്ള അഡ്മിഷൻസ് കാര്യങ്ങളാണ് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25th July 2026 ആണ് ഇതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്ലിക്കേഷന്റെ പോർട്ടൽ എന്ന് പറയുന്നത് bhucut.samarth.edu.in എന്നുള്ളതാണ് അതിന്റെ അപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾക്ക് കുറെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസായി വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി, അതുപോലെ തന്നെ OBC NCL, അതുപോലെ തന്നെ EWS കാറ്റഗറീസിന് ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി 500 രൂപയാണ് ഫീസായി വരുന്നത്. പിന്നെ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 250 rupees ആണ് അപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 12th മാർക്ക് ഷീറ്റ്, 10th മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ ഇങ്ങനെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് OBC NCL, അതുപോലെ തന്നെ SC ST ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള റെലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേര് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മിസ്റ്റേക്സ് ഒന്നും കൂടാതെ തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഏകദേശം 50ഓളം വെറൈറ്റീസ് ഓഫ് കോഴ്സുകളാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് CUET UG ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സ്കൂൾ ഗ്രൂപ്പിലേക്കും കാര്യങ്ങളൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് കോഴ്സിൽ ഓണേഴ്സിൽ ഏകദേശം 20-30 അടുത്ത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം പറയാം. അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഓണേഴ്സ് എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, അറബിക് ഉണ്ട്, ബംഗാളി, അതുപോലെ തന്നെ ഹിന്ദി, പേർഷ്യൻ, പാലി, സംസ്കൃത്, ഉറുദു, ഇംഗ്ലീഷ്, ജാപ്പനീസ്, ജർമ്മൻ, ഫ്രഞ്ച്, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ ആൻഡ് ആർക്കിയോളജി, ഹിസ്റ്ററി ഓഫ് ആർട്ട്, ഫിലോസഫി, ലിംഗ്വിസ്റ്റിക്സ്, ഹോം സയൻസ്, അതുപോലെ മ്യൂസിക് ആൻഡ് ഇൻസ്ട്രുമെന്റ്, പെയിന്റിംഗ്, എഡ്യൂക്കേഷൻ, ഡാൻസ്, ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഹോണേഴ്സ് കോഴ്സുകളാണ് BHU പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ആ കോഴ്സുകൾക്ക് നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് BA ഹോണേഴ്സ് LLB ആണ്. LLBക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നതും ലാംഗ്വേജ് ആൻഡ് ജനറൽ ടെസ്റ്റ് ആണ്. ഇത് രണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് എലിജിബിൾ ആവുന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെയുള്ള ഇത് പറയുന്നത് ബാച്ചിലേഴ്സ് ഓഫ് കൊമേഴ്സ് ഹോണേഴ്സ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റിൽ അക്കൗണ്ടൻസി എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി എഴുതിയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ ക്രൈറ്റീരിയ എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഐക്കർ വഴി അല്ലാതെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒരുപാട് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ കോഴ്സിന്. അപ്പൊ നിങ്ങൾ ഐക്കർ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ CUETയിൽ ഐക്കർ കോഴ്സുകൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ BHU നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാം, കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് അഗ്രികൾച്ചർ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ സബ്ജക്റ്റുകൾ ഡൊമൈൻ ആയിട്ട് കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എഴുതിയിരിക്കണം, അതും അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഴുതിയിരിക്കണം, ബയോളജി എഴുതിയിരിക്കണം, കെമിസ്ട്രി എഴുതിയിരിക്കണം. ഈ 3 സബ്ജക്ട് ഈ ഒരു 3 ടൈപ്പ് ഓഫ് കോമ്പിനേഷൻസ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എലിജിബിൾ ആവുന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഹോണേഴ്സ് ആണ്, BSc ഹോണേഴ്സ് ആണ്. അപ്പൊ അത് ബോട്ടണി, അതുപോലെ തന്നെ കെമിസ്ട്രിയിലുണ്ട്, സോളജിയിലുണ്ട്, ഹോം സയൻസിലുണ്ട്, ജിയോഗ്രഫിയിലുണ്ട്, അതുപോലെ തന്നെ എർത്ത് സയൻസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ സബ്ജക്ട് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ബയോളജി എഴുതിയിരിക്കണം, അതുപോലെ തന്നെ കെമിസ്ട്രി എഴുതിയിരിക്കണം, ഫിസിക്സ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ബാച്ചിലർ ഓഫ് സയൻസ് ഹോണേഴ്സിൽ തന്നെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി ആൻഡ് എർത്ത് സയൻസ് ആണ്. അപ്പൊ ഇതിൽ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഈ 3 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി ഇൻ ഡയറി ടെക്നോളജി ആണ്. അപ്പൊ ആ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് നിങ്ങൾ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി ഇൻ
ഫുഡ് ടെക്നോളജിയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഫുഡ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്. അതിൽ പറയാനുള്ളത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫുഡ് ടെക്നോളജിക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ ഇൻ ഫാഷൻ ടെക്നോളജി ആൻഡ് അപ്പിയറൽ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും തൊഴിൽ ടെസ്റ്റ് എഴുതിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ ഇൻ മോഡേൺ ഓഫീസ് മാനേജ്മെന്റ് ആണ്. കുറച്ച് റെയർ ആയിട്ടുള്ള കുറെ കോഴ്സുകൾ BH പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ജനറൽ ടെസ്റ്റ് ആണ് ഇതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ ഇൻ ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എഴുതിയിരിക്കണം, അതും അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ 12th കോഴ്സിൽ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജും ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന കോഴ്സാണ് ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ പറഞ്ഞു അതിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സുകളാണ് BH പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ പറയുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ക്യാമ്പസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് BH വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സുകൾ, ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ മെഡിക്കൽ ലാബ് ടെക്നോളജി പറയുന്ന കോഴ്സിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് എഴുതണം, അതുപോലെ തന്നെ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതണം, അതുപോലെ തന്നെ സബ്ജക്ട് ടെസ്റ്റിൽ ബയോളജി എഴുതിയിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് വൊക്കേഷൻ റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് ജനറൽ ടെസ്റ്റ് ആണ് ക്രൈറ്റീരിയ എന്ന് വരുന്നത്. പിന്നെ വരുന്ന കോഴ്സാണ് ബാച്ചിലേഴ്സ് ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്നത്. ഫൈൻ ആർട്സിൽ അപ്ലൈഡ് ആർട്സ്, അതുപോലെ തന്നെ പെയിന്റിംഗ്, ടെക്സ്റ്റൈൽ ഡിസൈൻ, പ്ലാസ്റ്റിക്സ് ആർട്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫൈൻ ആർട്സ് പേപ്പർ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന ബാച്ചിലേഴ്സ് ഓഫ് പെർഫോമിംഗ് ആർട്സ് ആണ്. അപ്പൊ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ ബ്രോഷർ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പെർഫോമിംഗ് ആർട്സ് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ശാസ്ത്രി BA ഹോണേഴ്സ് ആണ്. ഇപ്പൊ BA ഹോണേഴ്സിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ശാസ്ത്ര കോഴ്സുകളുണ്ട്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് സംസ്കൃതം എഴുതണം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വൺ ഓഫ് മെയിൻ കോഴ്സുകളിൽ വരുന്ന ഒരു കോഴ്സാണ് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഇൻ ഹോണേഴ്സ് ഇൻ മെഡിക്കൽ ടെക്നോളജി ആൻഡ് റേഡിയോ തെറാപ്പി. അപ്പോൾ ഇത് റേഡിയോ തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു കോഴ്സാണ് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എഴുതണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ ആയി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ BH ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ടയർ 1 ഉൾപ്പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പോൾ നിങ്ങൾ അവിടെ എന്തായാലും അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ വരുന്നതായിരിക്കും. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.